ഞാൻ ഓതി വെച്ച ആയത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും സുപരിചിതമായ ആയത്താണ്. അൽഹാഖു മുത്തക്കാസ്, അങ്ങനെ നമ്മൾ ഓതാറുള്ളത്. അൽഹാഖു മുത്തക്കാസ് അങ്ങനെയല്ല, അൽഹാഖും അത്തക്കാസു, നിങ്ങളെ അശ്രദ്ധമാക്കിയിരിക്കുന്നു. അൽഹാഖും, നിങ്ങളെ അശ്രദ്ധമാക്കിയിരിക്കുന്നു. അത്തക്കാസു, പരസ്പരമുള്ള മത്സരം. നമ്മുടെ ജീവിതത്തിലെ ഓരോരോ ചെറിയ ചെറിയ വിഷയങ്ങളെ കുറിച്ച് ഒന്ന് അവലോകനം ചെയ്യാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഈ മാസത്തെ കറണ്ട് ബില്ല് കുറച്ചധികമായാൽ ആ ബില്ല് അടയ്ക്കുന്നതിന് മുമ്പ് നമ്മൾ എത്ര ആൾക്കാരെ ചീത്ത വിളിക്കും? നീ ഫാൻ ഓഫാക്കാത്തത് കൊണ്ടാണ്, 24 മണിക്കൂറും ഫാൻ ഇട്ടേക്കാണ്, അവൻ AC ഇട്ടിരുന്നത് കൊണ്ടാണ്, ഇങ്ങനെ തുടങ്ങി നമുക്ക് ഒരുപാട് കാരണങ്ങൾ പറഞ്ഞ് പരസ്പരം കുറ്റപ്പെടുത്തിയും പഴിചാരിയും വഴക്കടിച്ചും എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടല്ലാതെ നമ്മൾ ആ ബില്ല് അടയ്ക്കാറില്ല. സ്വാഭാവികമാണ്. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളുടെ എല്ലാം മനസ്സിന്റെ അല്ലെങ്കിൽ മാനസികാവസ്ഥയാണ്. ആരും സ്വസ്ഥരല്ല എന്നതിന്റെ കൃത്യമായ ഒരു തെളിവാണ് നമ്മുടെ ജീവിതത്തിൽ ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ വിഷയങ്ങൾ വരുമ്പോൾ പോലും അതെന്തുകൊണ്ട് അതിൽ ഞാനും പങ്കാളിയാണ് എന്ന തിരിച്ചറിവ് പോലും ഇല്ലാതെ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുകയും പരാതിപ്പെടുകയും ഒക്കെ ചെയ്തുകൊണ്ട് എന്നാൽ ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുകയും ചെയ്യുന്ന ഒരു മാനസികാവസ്ഥ. നമ്മൾ തന്നെയാണ് എല്ലാം ചെയ്യുന്നത്, സംശയമൊന്നുമില്ല. പക്ഷെ നമ്മൾ ചെയ്യുമ്പോഴും നമ്മളാണ് ചെയ്യുന്നത് എന്നുള്ളത് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണോ, അതല്ല ഞാൻ ചെയ്യുന്നതിന്റെ സുഖങ്ങളെല്ലാം നിങ്ങൾ അനുഭവിക്കുകയാണ് എന്ന് പറയാൻ വേണ്ടിയോ ഒന്നുമല്ല. നമുക്കൊരു സമാധാനം കിട്ടണം, 2 വഴക്ക് പറഞ്ഞാലേ അതൊരു സമാധാനം ആവുള്ളൂ എന്ന ഒരു തോന്നൽ ഉള്ളിൽ കിടക്കുകയാണ്. സമാധാനമില്ല എന്നുള്ളത് മാത്രമല്ല, നമ്മൾ ആരും സംതൃപ്തരുമല്ല. ഇന്നതുകൊണ്ട് മാത്രം തൃപ്തിപ്പെടാൻ നമ്മൾ ആരും തയ്യാറുമല്ല. പിന്നെ നമ്മുടെ ജീവിതത്തിലെ ഓരോരോ സന്ദർഭങ്ങൾ നമ്മൾ എടുത്തു നോക്കിയാലും ഇത് നമ്മുടെ കുടുംബത്തിന്റെ അന്തരീക്ഷങ്ങളിൽ ഉണ്ടാക്കാവുന്ന അസ്വസ്ഥതകൾ, ഇത് നമ്മളിൽ കണ്ടു വളരുന്ന നമ്മുടെ മക്കള്, അവര് നമ്മിൽ നിന്ന് കണ്ടുപഠിക്കുന്ന ഇത്തരം പ്രയോഗങ്ങൾ, അത് അവർക്കൊരവസരം കിട്ടുമ്പോൾ തിരിച്ചു നമ്മളോട് പറയുമ്പോൾ നമ്മൾ അവരെ അനുസരണക്കേട് കാണിക്കുന്നവരായിട്ടും ധിക്കാരം പറയുന്നവരായിട്ടും ഒക്കെ നമ്മളും തിരിച്ചറിയുകയാണ്. എന്നിട്ട് നമ്മൾ അവരെ കുറ്റപ്പെടുത്തുകയും ശാസിക്കുകയും വേണ്ടതെന്നാൽ ശിക്ഷിക്കുകയും ഒക്കെ ചെയ്യും. പക്ഷെ നമ്മൾ ചെയ്ത കാര്യങ്ങളെ കുറിച്ച് നമ്മൾ ചിന്തിക്കാറില്ല. ഇത് ഞാൻ പറഞ്ഞു വെക്കാനുള്ള കാരണം, നമ്മൾ ഇന്ന് ചെയ്യുന്ന പല കാര്യങ്ങളും, പ്രത്യേകിച്ച് നമ്മളുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ തുറക്കാൻ പോകുന്ന ഒരു സന്ദർഭത്തിലാണ് നമ്മളുള്ളത്. നമ്മുടെ മക്കൾ SSLC കഴിഞ്ഞവരുണ്ടാകാം, +2 കഴിഞ്ഞവരുണ്ടാകാം. ഇതുപോലെ വിദ്യാഭ്യാസത്തിന് വേണ്ടി പുതിയ കോഴ്സുകൾ അന്വേഷിച്ച് നമ്മുടെ ജീവിതം കരുപ്പിടിപ്പിക്കാൻ വേണ്ടി മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യത്തിൽ നമ്മൾ ഈ പറഞ്ഞ ആയത്തിനെ മുന്നിൽ വെച്ചുകൊണ്ട് 1-2 കാര്യങ്ങൾ പറയാം. അഥവാ നമ്മളുടെ അശ്രദ്ധ കൊണ്ട് നമ്മളുടെ മക്കൾ നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നുവോ എന്നുള്ളതാണ്. അൽഹാഖും അത്തക്കാസും. 1-2 കാര്യങ്ങൾ പറഞ്ഞാൽ, നമ്മുടെ മക്കൾ ഒരുപക്ഷെ, നമ്മുടെ ഉമ്മമാർ നമ്മളെ മക്കളെ കണ്ടുകൊണ്ട് പല തീരുമാനങ്ങളും എടുക്കാറുണ്ട്. പക്ഷെ അത് നമ്മുടെ മക്കളെ കണ്ടല്ല തീരുമാനം എടുക്കുന്നത്. നമ്മുടെ കുടുംബത്തിലെ ഏതെങ്കിലും ഒരാൾക്ക്, ഒരു കുട്ടി ഒന്നെങ്കിൽ ഒരു ഡോക്ടറായി അല്ലെങ്കിൽ ഒരു നല്ല നിലയിലെത്തി, അവനൊരു ശമ്പളമുള്ള ഒരു ജോലി കിട്ടി എന്നൊക്കെ കാണുമ്പോൾ നമ്മൾ അല്ലെങ്കിൽ നമ്മുടെ ഈ കുട്ടികളുടെ ഉമ്മമാർ തീരുമാനിക്കുകയാണ്, എൻ്റെ മക്കളും അങ്ങനെ തന്നെ ആകണം, അല്ലെങ്കിൽ അതിനേക്കാൾ മെച്ചമാകണം. പിന്നെ അവിടെ മുതൽ നമ്മൾ വാശി പിടിക്കുന്നത് അവനെ അതുപോലെ ആക്കാൻ വേണ്ടിയിട്ടാണ്. അവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു സംഗതി, നമ്മുടെ കുടുംബത്തിലെ ഒരാളുടെ ഒരു കുട്ടിയെ മാത്രമേ നമ്മൾ കണ്ടുള്ളൂ. നമ്മുടെ കുടുംബത്തിലെ ഒരാളുടെ
ഒരു കുട്ടിയെ മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ. ആ കുട്ടിയെ പോലെ ആകണം എന്റെ കുട്ടി എന്ന് നമ്മൾ വാശി പിടിക്കുകയും ഈ കുട്ടി ആദ്യാവസാനം നമ്മൾ അങ്ങനെ ആക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യും. വാപ്പമാരുടെ കാര്യം അങ്ങനെയല്ല. ഉമ്മമാരുടെ കാര്യത്തിൽ ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ തക്കാസുറുണ്ട്, അവളെക്കാൾ മെച്ചമാകണം. അത് ഞാൻ അസൂയ എന്നോ കുശുമ്പെന്നോ ഒക്കെ നമുക്ക് പറയാം. എന്തുകൊണ്ടാണെങ്കിലും ഉമ്മയുടെ മനസ്സിൽ കയറി പിടിക്കുന്ന ആ ആഗ്രഹം പലപ്പോഴും മറ്റുള്ള കുട്ടികളെ കണ്ടിട്ടാണ്, നമ്മുടെ കുട്ടിയെ നോക്കിയിട്ടല്ല. വാപ്പമാർ പലപ്പോഴും കാണുന്നത് അങ്ങനെയല്ല. അത് ആ കുട്ടിയെ കണ്ടിട്ട് തന്നെയാണെങ്കിൽ പോലും, അല്ലെങ്കിൽ മറ്റുള്ള കുട്ടികളെ കണ്ടിട്ടാണെങ്കിൽ പോലും വാപ്പയുടെ മനസ്സിലുള്ളത് ആഗ്രഹങ്ങളാണ്. എന്റെ മോനും അതുപോലെ ആയിരുന്നെങ്കിൽ, അതുപോലെ ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യണം. പിന്നെ വാപ്പായുടെ ആഗ്രഹം മുഴുവനും, വാപ്പായുടെ സമ്പാദ്യം മുഴുവനും, വാപ്പായുടെ പരിശ്രമങ്ങൾ മുഴുവനും ആ കുട്ടിയെ അങ്ങനെ ആക്കാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ ഒരാൾക്ക് വാശിയും അല്ലെങ്കിൽ അസൂയയും ഒക്കെ അടിസ്ഥാനത്തിൽ എന്റെ കുഞ്ഞും അങ്ങനെ തന്നെ ആകണമെന്നൊരു വാശിയിലേക്കാണ് പോകുന്നതെങ്കിൽ, മറ്റൊരാളുടെ ആഗ്രഹം അവിടെ ആഗ്രഹമാണ് എന്റെ കുട്ടി അങ്ങനെ ആയിരുന്നെങ്കിൽ. അപ്പൊ ഇത് രണ്ടും ചെന്നെത്തുന്നത് ഈ കുട്ടിയെ നോക്കിയിട്ടല്ല രണ്ടുപേരും ഈ തീരുമാനം എടുത്തത് എന്നുള്ളിടത്താണ്. നമ്മൾ ഇന്ന് കേൾക്കുന്ന ഒരുപാട് വർത്തമാനങ്ങൾ നമ്മുടെ കുട്ടികളെ കുറിച്ച്, അല്ലെങ്കിൽ സമൂഹത്തിൽ നമ്മൾ കേൾക്കുന്ന കുട്ടികൾക്ക് താങ്ങാൻ കഴിയാത്ത സമ്മർദ്ദത്തിന്റെ അടിസ്ഥാനത്തിൽ ആത്മഹത്യയിലേക്കോ അല്ലെങ്കിൽ അതുപോലെ വഴിതെറ്റി പോവുകയോ മാതാപിതാക്കളെയും ഗുരുക്കന്മാരെയും ആരെയും അനുസരിക്കാത്ത ഒരവസ്ഥയിലേക്ക് തിരിഞ്ഞു പോവുകയൊക്കെ ചെയ്യുന്നതിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണം നമ്മൾ ഇപ്പറഞ്ഞ കുടുംബത്തിൽ നിന്ന് തുടങ്ങുന്ന ഈ വാശിയും ആഗ്രഹവുമാണ്. ഇത് നമ്മൾ നിർബന്ധമായും തിരിച്ചറിയണം. തിരിച്ചറിഞ്ഞില്ല എങ്കിൽ ഇവിടെ അല്ല പറഞ്ഞ ഒരു സംഗതി, ആ വാക്കാണ്, നിങ്ങൾ അശ്രദ്ധമായിരിക്കുന്നു. എന്തിനെ കുറിച്ച് അശ്രദ്ധമാകുന്നത്? ഈ അശ്രദ്ധയുടെ ഫലം നമുക്ക് എന്താണ് സംഭവിക്കുക എന്നുള്ളത് അവസാനം പറയുന്ന വാക്കാണ്. സുമ്മല തുസ്അലുന്ന യൗമ ഇദിൻ അനിൻ നഈം. ഞാൻ ആയത്തും സൂറത്തും മുഴുവനായി പറയാൻ ആഗ്രഹിക്കുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ട് പോകാഞ്ഞത്. സുമ്മല തുസ്അലുന്ന യൗമ ഇദിൻ അനിൻ നഈം. അള്ളാഹു നിങ്ങൾക്ക് തന്ന അനുഗ്രഹങ്ങളെ കുറിച്ച് പിന്നീട് നിങ്ങളെ അള്ളാഹു ചോദ്യം ചെയ്യുക തന്നെ ചെയ്യും. ജീവിതത്തിൽ അള്ളാഹു നമുക്ക് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹം എന്താണ് എന്ന് ചോദിച്ചാൽ നമുക്ക് സംശയമില്ലാതെ പറയാൻ കഴിയുക നമ്മുടെ മക്കൾ തന്നെയാണ്. ആ മക്കളെ കുറിച്ച് അള്ളാഹു നാളെ നിങ്ങളോട് ചോദ്യം ചെയ്യും, തർക്കമില്ല. പക്ഷെ ആ മക്കളെ നിങ്ങൾ ഇങ്ങനെ ആക്കുന്നത് എന്തുകൊണ്ടാണ്? ഇനിയും നമ്മൾ ഈ സന്ദർഭത്തിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന പല കാര്യങ്ങളും, നമ്മുടെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തെ തീരുമാനിക്കുന്നത് ഒരു 90% നമ്മളല്ല, ഏജന്റുമാരാണ്. ഏജന്റുമാരാണ് നമ്മുടെ കുട്ടി എന്ത് പഠിക്കണമെന്ന് തീരുമാനിക്കുന്നത്. കുട്ടിയുമല്ല നമ്മളുമല്ല. ആ ഏജന്റുമാരുടെ കെണിയിലും പരസ്യത്തിന്റെ കെണിയിലും പെട്ടിട്ട് നമ്മുടെ കുട്ടികളെ നമ്മൾ അങ്ങോട്ട് തള്ളിവിടുകയാണ്. ഇത് ചെന്നെത്തുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ പലപ്പോഴും നമ്മൾ ഇന്ന് പല സിനിമകളും കാണുന്നത് പോലെ, സിനിമയൊക്കെ ചിലപ്പോൾ കാണണം, ആവേശം എന്നുള്ള പുതിയ സിനിമ കാണേണ്ടതാണ്. നമ്മുടെ കുട്ടികളൊക്കെ കോളേജിൽ എത്തിയിട്ട് എന്താ ചെയ്യുന്നതെന്നുള്ളത് കാണാൻ ആ സിനിമയൊക്കെ ഒന്ന് കാണും നിങ്ങൾ. ഇതൊക്കെ ഇന്ന് നടക്കുന്ന സംഭവങ്ങളാണ്. നമ്മളിതൊന്നും കണ്ണടച്ചിരുട്ടാക്കിയിട്ട് നമ്മുടെ മക്കൾ നല്ല എന്ന് പറഞ്ഞ് നടന്നിട്ട് കാര്യമില്ല. നിങ്ങളുടെ ആ വർത്തമാനം തന്നെയാണ് ഏറ്റവും വലിയ തെറ്റ്. ഏത്? എന്റെ മോൻ നല്ല കുട്ടിയാണ്, എന്റെ മോൻ നല്ല കുട്ടിയാണ് എന്ന് പറയുന്നതിന്റെ ശരിയായ മലയാളം എന്താണെന്ന് അറിയോ? എന്റെ മോൻ കഴിവില്ലാത്തവനാണെന്നോ. എന്റെ മോൻ ഒരു കഴിവില്ലാത്തവനാണ് എന്ന് പറയുന്നതിന്റെ മറ്റൊരു മലയാള വാക്കാണ്, അല്ലെങ്കിൽ സുന്ദരമായ ഒരു വാക്കാണ് എന്റെ കുട്ടി നല്ല കുട്ടിയാണ്. ഈ നല്ല കുട്ടി എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം? നമ്മൾ ഇന്ന് കാണുന്ന നല്ല കുട്ടിയുടെ അടയാളങ്ങൾ: അവൻ 24 മണിക്കൂറും പഠിക്കുന്നു, അവൻ എല്ലാ വിഷയത്തിലും നല്ല മാർക്ക് വാങ്ങുന്നു, അവൻ വേറെ ആരോടും സംസാരിക്കാനോ വഴക്കിടാനോ ഒന്നും പോകുന്നില്ല, ഫുൾ ടൈം അവൻ വീട്ടിൽ തന്നെ ഉണ്ട്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, അവൻ നല്ല കുട്ടിയാണ്. നമ്മളൊക്കെ വളർന്നത് എങ്ങനെയാണോ? നമ്മളൊക്കെ മോശം കുട്ടികളായിരുന്നു. മോശം ആവേണ്ട അടുത്ത് മോശമാവണം, നല്ലതാവേണ്ട അടുത്ത് നല്ല ആവണം. അത് തിരിച്ചറിയാൻ നമുക്ക് നമ്മുടെ വാപ്പമാര് സമയം തന്നിരുന്നു, സന്ദർഭം തന്നിരുന്നു. തല്ലേണ്ടവരെ തല്ലിയിട്ടുണ്ട്, കൊള്ളേണ്ട സമയത്ത് കൊണ്ടിട്ടുണ്ട്. അങ്ങനെയൊക്കെ വളർന്നു വന്നപ്പോ നമുക്ക് ഇന്ന് എവിടെ പോയാലും എന്താടാന്ന് ചോദിച്ചാൽ ഞാനാടാന്ന് പറയാനുള്ള ധൈര്യമുണ്ട് നമുക്ക്. പക്ഷേ ഇന്ന് ഏജന്റുമാരുടെ വലയിൽ കുടുങ്ങി
പല വിദൂര സ്ഥാപനങ്ങളിലേക്ക് പോകുന്ന കുട്ടികൾ അവിടെ ചെല്ലുമ്പോൾ എന്താടാന്ന് ചോദിച്ചാ ഞാനല്ലേ എന്ന് പറഞ്ഞ് എങ്ങോട്ടെങ്കിലും ഓടി ഒളിക്കാൻ ശ്രമിക്കുന്നു. ആ ഓടി ഒളിച്ച് അവസാനം അവന് ഗത്യന്തരമില്ലാതെ അവൻ ജീവിതത്തിൽ തന്നെ ഒളിച്ചോടാൻ ശ്രമിക്കുമ്പോഴാണ് ആത്മഹത്യയിലേക്ക് പോകുന്നത്. ഇത് നല്ല കുട്ടിയാണോ? എനിക്ക് തോന്നുന്നില്ല അവൻ നല്ല കുട്ടിയാണെന്ന്. അവൻ നല്ല കുട്ടിയല്ല. നമുക്ക് തോന്നുമ്പോൾ അവൻ നല്ല കുട്ടിയാണെന്ന് അല്ല. കാരണം അവന് ഒരു വിഷയമുണ്ടായാൽ, ഒരു പ്രശ്നമുണ്ടായാൽ എന്ത് ചെയ്യണമെന്ന് അവൻ അറിയില്ല. കാരണം അതിനുള്ള അവസരം നിങ്ങൾ അവന് കൊടുത്തിട്ടില്ല. 4 കൂട്ടുകാരുടെ കൂടെ പോയിട്ട് അവന്റെ ആഗ്രഹങ്ങളും ഇഷ്ടങ്ങളും പങ്കുവെച്ചിട്ട് അവന്റെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് തന്റെ ആഗ്രഹങ്ങളെ തിരുത്താനും കുറയ്ക്കാനും ക്ഷമിക്കാനും സഹിക്കാനും ഒന്നും അവനെ നിങ്ങൾ പഠിപ്പിച്ചില്ല. ചോദിച്ചതെല്ലാം വാങ്ങിക്കൊടുത്തിട്ട് ആഗ്രഹങ്ങൾക്കനുസരിച്ച് അവരെല്ലാം നൽകിയിട്ട് അവന് എന്ത് ആഗ്രഹിച്ചാലും കിട്ടുമെന്ന മാനസികാവസ്ഥയിലേക്ക് അവനെ വളർത്തിയെടുത്തിട്ട് അവൻ നല്ല കുട്ടിയാണ് എന്ന് നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ അവന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പരാജയത്തിന് കാരണം നിങ്ങൾ തന്നെയാണ്. നമ്മൾ ഓരോരുത്തരും നമ്മുടെ മക്കളെ കുറിച്ച് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. 10ാം ക്ലാസ് വരെ കുഴപ്പമില്ലാത്ത കുട്ടികൾ 11ാം ക്ലാസ്സിൽ ഹയർ സെക്കൻഡറി പോയിട്ട് തിരിച്ചു വരുമ്പോൾ അവന്റെ സ്വഭാവത്തിൽ മാറ്റം വരികയാണ്. പെട്ടെന്നാണ് മാറ്റം വരുന്നത്. കുട്ടികളുള്ളവർക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയും. 11ാം ക്ലാസ്സിൽ എത്തുമ്പോൾ അവന്റെ സ്വഭാവത്തിൽ പെട്ടെന്ന് മാറ്റം വരുന്നത്. അതിന് നമ്മൾ അഡോളസൻസ് ആണ്, ആനയാണ്, ചേനയാണെന്നൊക്കെ പറഞ്ഞിട്ട് പിള്ളേരെ നമ്മൾ പല തിരിച്ച് ഇട്ട് അത് ഇന്നത്തെ നമ്മുടെ എഡ്യൂക്കേഷന്റെ ഏറ്റവും വലിയൊരു തകരാറാണ്. കുട്ടികളെ വഴക്ക് പറയാൻ പാടില്ല, അവർക്ക് നല്ലതും ചീത്തയും തിരിച്ചറിഞ്ഞും പറഞ്ഞു കൊടുക്കാൻ പാടില്ല, അവരെ മനസ്സ് വിഷമിപ്പിക്കാൻ പാടില്ല. ഇതാണ് ഏറ്റവും വലിയ പ്രശ്നം. കുട്ടികൾ മനസ്സ് വിഷമിച്ചാൽ അവരുടെ വളർച്ച മുരടിച്ചു പോകും എന്നൊക്കെയാണ്. നബി എന്താ പറഞ്ഞത്? 7 വയസ്സാകുമ്പോൾ അവൻ ഉപദേശിക്കണം. അതുവരെ അവനൊന്നും ചെയ്യരുത്. അതുവരെ നിങ്ങൾ അവനൊന്നും ചെയ്യരുത്. കാരണം അവൻ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. ചെയ്യരുതെന്നല്ല, അവനെ കൂടെ കൊണ്ട് നടന്നിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പഠിപ്പിക്കണം. ഇന്ന് നമ്മുടെ കുട്ടികളെ നിങ്ങൾ പഠിച്ചു നോക്കൂ. അവരുടെ കയ്യിൽ മൊബൈൽ ഫോൺ കൊടുത്താൽ നിങ്ങൾക്കറിയാത്ത പല കാര്യങ്ങളും അവർക്കറിയാം. കൊച്ചുകുട്ടികൾ 2 വയസ്സുള്ള കുട്ടികൾ മുതൽ നമ്മുടെ ഫോട്ടോ എടുക്കാൻ തുടങ്ങും. അത് നമ്മൾ അവരെ പഠിപ്പിച്ച കൊണ്ട് തന്നെയല്ലേ? നമ്മൾ അവർക്ക് ഒരു പ്രാവശ്യം കാണിച്ചു കൊടുത്തത് കൊണ്ട് തന്നെയാണ്. അപ്പൊ നമ്മൾ അവരെ കൂടെ കൊണ്ട് നടന്ന് നമ്മൾ കാണിച്ചു കൊടുക്കുന്ന സംഗതികൾ തന്നെയാണ് 7 വയസ്സ് വരെയും ആ കുട്ടികൾ പഠിക്കുന്നത്. അഥവാ മാതാപിതാക്കളെ കണ്ടാണ് കുട്ടികൾ പഠിക്കുന്നത്, തർക്കമില്ല. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ സംഗതികൾ നിങ്ങളുടെ മനസ്സിലുണ്ടാകണം. കറണ്ട് ബില്ലിന് വഴക്ക് കൂടുന്ന ആളുകൾ ആ 7 വയസ്സ് വരെയുള്ള നമ്മുടെ കുട്ടികളുടെ മാനസികാവസ്ഥയെ കുറിച്ച് ചിന്ത ഉണ്ടാകണം. അവർ നമ്മളെ കണ്ട് തന്നെയാണ് പഠിക്കുന്നത്. നമ്മൾ എന്ത് ചെയ്യുന്നു അതുപോലെ അനുകരിക്കാൻ അവർ ശ്രമിക്കും. അതെല്ലാം അവർ ചെയ്തുകൊണ്ടേയിരിക്കും. 7 വയസ്സ് വരെ നമ്മൾ അങ്ങനെ പഠിപ്പിച്ചിട്ട് പിന്നെ 8ാമത്തെ വയസ്സിൽ നമ്മൾ നബി പറഞ്ഞാന്ന് പറഞ്ഞ് തല്ലാൻ പോയാൽ, അല്ലെങ്കിൽ 10 വയസ്സാകുമ്പോൾ തല്ലാൻ പോയിട്ട് കാര്യമില്ല. അതുകൊണ്ടാണ് നമ്മൾ ഉപദേശിക്കാൻ പറഞ്ഞത് 10 വയസ്സ് വരെയും. എന്നിട്ട് 10 വയസ്സ് കഴിയുമ്പോൾ അങ്ങനെ ചെയ്തില്ലെങ്കിൽ തല്ലാൻ പറഞ്ഞു. തല്ലുക എന്നുള്ളത് അവനെ തല്ലാൻ വേണ്ടിയുള്ള തല്ലലല്ല, നീ ചെയ്തത് തെറ്റാണ് എന്നവനെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയുള്ള തല്ലാണ്. അത് മാനസികമായിട്ടാകാം, ശാരീരികമായിട്ടാകാം. ചില കുട്ടികൾക്ക് മാനസികമായിട്ട് സ്നേഹത്തോടെ പറഞ്ഞു കൊടുത്താൽ മനസ്സിലാകുന്ന കുട്ടികളുണ്ട്. അവർക്ക് അങ്ങനെ തന്നെ പറഞ്ഞു കൊടുക്കണം. ചിലർക്ക് അതുകൊണ്ട് മതിയാവില്ല എന്ന് തോന്നുകയാണെങ്കിൽ അവരെ തല്ലണമെങ്കിൽ തല്ലണം. ഇത് നമ്മൾ ഈ രീതിയിൽ നമ്മുടെ മക്കളെ വളർത്തി കൊണ്ടുവന്നില്ല എങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ നല്ല കുട്ടി അവന്റെ ജീവിതത്തിൽ പരാജയമാകും. ഇന്ന് ഒരുപാട് ഇടത്തും നമ്മൾ കാണുന്നത് അങ്ങനെയാണ്. അതിനേക്കാൾ ഉപരി ആൺകുട്ടികളാകട്ടെ പെൺകുട്ടികളാകട്ടെ വീട്ടിൽ അവർക്ക് സ്നേഹം കിട്ടാതെ വരുമ്പോൾ എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് നമ്മുടെ ഉള്ളിലുള്ള സ്നേഹം അവർക്ക് അറിയില്ല. പണ്ടൊക്കെ നമ്മൾ പറയലുണ്ട്, ഒന്നേ ഉള്ളെങ്കിൽ ഒലക്കെ കടിക്കണം എന്നൊക്കെ പറയും. പക്ഷെ ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മുടെ കുട്ടികൾക്ക് സ്നേഹം എന്നുള്ളത് അവർ അനുഭവിക്കുമ്പോൾ മാത്രമേ തിരിച്ചറിയുന്നുള്ളൂ. മുമ്പൊക്കെ നമ്മുടെ വാപ്പാമാരോട് നേരിട്ട് പോയി സംസാരിക്കാനൊക്കെ ഭയമായിരുന്നു പലപ്പോഴും. എന്നാൽ അവർക്ക് സ്നേഹം ഇല്ലാത്തത് കൊണ്ടല്ല, പക്ഷെ ആ ഭയം നമ്മുടെ ഉള്ളിലുള്ളത് കൊണ്ട് തന്നെ നമ്മൾ പല കാര്യങ്ങളും ചെയ്യാൻ മടിക്കുമായിരുന്നു. ചെയ്യാൻ മടിക്കുമ്പോൾ നമ്മുടെ മനസ്സിലൊരു ബോധം ഉണ്ടായിരുന്നു, അതൊന്നും ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് എന്ന്. പക്ഷെ ഇന്ന് നമ്മുടെ കുട്ടികൾക്ക് അങ്ങനെയുള്ളൊരു ബോധമില്ല. അത് നമ്മൾ തന്നെ നശിപ്പിച്ചതാണ്, നമ്മുടെ സിസ്റ്റം നശിപ്പിച്ചതാണ്. സ്കൂളിൽ നിന്ന് കുട്ടികളെ പഠിപ്പിക്കുന്നതും അങ്ങനെയാണ്. ഒരക്ഷരം തെറ്റാണെന്ന് അവരെ ബോധ്യപ്പെടുത്താൻ പാടില്ല, മറിച്ച്
അത് വാങ്ങിയിട്ട് ശരിയായിട്ട് എഴുതി കൊടുക്കണം. ശരിയായിട്ട് എഴുതി കൊടുക്കുമ്പോഴും കുട്ടി വീണ്ടും അങ്ങനെ തന്നെയാണ് എഴുതുന്നെങ്കിൽ ആ കുട്ടി ശരിയാക്കുന്നത് വരെ എഴുതി കൊടുക്കണം. അതെന്താണ്? എന്നാലും അത് തെറ്റാണെന്ന് പറയാൻ പാടില്ല എന്നാണ്. തെറ്റ് തെറ്റാണെന്ന് പറയാനാണ് നമ്മളോട് പഠിപ്പിച്ചത്. തെറ്റ് തെറ്റാണെന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ മാത്രമേ ആ കുട്ടിക്ക് തെറ്റ് തെറ്റാണെന്ന് ബോധ്യപ്പെടുകയുള്ളൂ. അത് ആരോടാണെങ്കിലും അങ്ങനെ തന്നെയാണ്. കാരണം അത് അങ്ങനെ പഠിപ്പിക്കാൻ വേണ്ടിയാണ് പ്രവാചകന്മാർ വന്നത്. ശിക്ഷണം എന്ന് പറയുന്ന അധ്യാപകരായിട്ട് വെച്ചിട്ടുള്ളതും അങ്ങനെ തന്നെയാണ്. എന്തിനാണ് നമ്മൾ വിദ്യാഭ്യാസം എന്നൊക്കെ പറഞ്ഞിട്ട് അതിന് ശിക്ഷണം എന്നാണ് മുമ്പ് പറഞ്ഞത്. ഗുരു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അത് തന്നെയാണ്. നന്മയും തിന്മയും കാണിച്ചു കൊടുക്കുന്ന വ്യക്തിയാണ്. അത് പക്ഷെ നമ്മുടെ ഇന്നത്തെ സമൂഹത്തിൽ ഇല്ല. പ്രത്യേകിച്ച് നമ്മുടെ പുതിയ വിദ്യാഭ്യാസ നയത്തിൽ ഇത്തരത്തിലുള്ള സംഗതികൾ ഒന്നുമില്ല. പുതിയ വിദ്യാഭ്യാസത്തിന് ചട്ടക്കൂട്ടുകൾ ഇത്തരത്തിലുള്ള സംഗതികൾ ഒന്നുമില്ല. മോറലായിട്ടുള്ള ഒരു കാര്യങ്ങളും പഠിപ്പിക്കുന്നില്ല എന്ന് മാത്രമല്ല, പുതിയ വിദ്യാഭ്യാസ നയരേഖയിൽ പറയുന്ന സംഗതികൾ കുട്ടികൾക്ക് എങ്ങനെയാണ് ലൈംഗിക ബന്ധം നടത്തുന്നത് എന്ന് കൂടി കാണിച്ചു കൊടുക്കാൻ പറ്റുമെങ്കിൽ അതും കൂടി ചെയ്യണമെന്നാണ് അധ്യാപകൻ. അത്രയും അവരെ ബോധ്യപ്പെടുത്തണം. വേറെ വിഷയങ്ങളെ കുറിച്ചൊന്നും ചർച്ചയില്ല. ആകെയുള്ള വിഷയം ഈ വിഷയം മാത്രമേ ഉള്ളൂ. മറ്റു വിഷയങ്ങളെ കുറിച്ച് എങ്ങനെ പഠിപ്പിക്കണം, അല്ലെങ്കിൽ എന്താക്കണം, ഏതൊക്കെ രീതിയിൽ പ്രാക്ടീസ് കൊടുക്കണം, ഇതൊന്നും പറയുന്നില്ല. പക്ഷെ ഈ വിഷയത്തെ കുറിച്ച് ഭയങ്കര ശ്രദ്ധയാണ് നമ്മുടെ വിദ്യാഭ്യാസ വിചക്ഷണന്മാർക്ക്. അതെങ്ങനെയൊക്കെ കുട്ടികളെ പഠിപ്പിക്കാൻ പറ്റും, എങ്ങനെയൊക്കെ ബോധ്യപ്പെടുത്താൻ പറ്റും, അവർ സ്വതന്ത്രരാണ്, അവർ നിയന്ത്രണങ്ങളില്ല. അത് മാത്രമല്ല, അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഉണ്ടാകാവുന്ന ശാരീരിക നേട്ടങ്ങളെ കുറിച്ച്, ആരോഗ്യ നേട്ടങ്ങളെ കുറിച്ച്, അതിനെക്കുറിച്ചൊക്കെ കുട്ടികളെ ബോധവാന്മാരാക്കണം എന്നുകൂടിയാണ് അധ്യാപകരോട് പറയുന്നത്. എന്നിട്ട് ഈ അധ്യാപകരെ കുറ്റം പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ഇതാണ് നമ്മുടെ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം കഴിഞ്ഞ് ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ കുട്ടികൾക്ക് വീട്ടിൽ നിന്ന് സ്നേഹം കിട്ടാതിരിക്കുമ്പോൾ തീർച്ചയായിട്ടും അവർ ചെല്ലുന്നിടത്ത് സ്നേഹം തേടി പോകുന്ന ഒരു സാഹചര്യം വരുന്നു. അതും എന്തുകൊണ്ടാണ്? നമ്മുടെ മക്കൾക്ക് സ്വതന്ത്രമായി നമ്മളോടൊരു കാര്യം പറയാൻ കഴിയുന്നില്ല എങ്കിൽ നിങ്ങൾ ഉമ്മയും വാപ്പയുമായിട്ട് എന്താ കാര്യമുള്ളത്? എന്റെ മകൾക്കോ എന്റെ മകനോ അവൾക്ക് മനസ്സിലുണ്ടാകുന്ന ഒരു പ്രയാസത്തെ നിങ്ങളോട് തുറന്നു പറയാൻ കഴിയുന്നില്ല എങ്കിൽ ഞാൻ അവന്റെ വാപ്പയാണ്, ഞാൻ അവന്റെ ഉമ്മയാണ് എന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യമുള്ളത്? അതിന്റെ മറ്റൊരർത്ഥം, നിങ്ങളുടെ കുട്ടിയെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ അത് നിങ്ങളുടെ കുട്ടിയാണ് എന്ന് നിങ്ങൾ പറയുന്നത് കൊണ്ട് എന്തു അർത്ഥമാണുള്ളത്? അവൻ എന്റെ മോനാണ് എന്ന് നമ്മൾ ധൈര്യത്തോടു കൂടി അല്ലെങ്കിൽ ഉറക്കെ പറയാറുണ്ട്. പക്ഷെ ആ എന്റെ മോനെ നിങ്ങൾക്ക് അറിയില്ല എങ്കിലോ, അവന്റെ പ്രശ്നം എന്താണെന്ന് നിങ്ങൾക്ക് അറിയുന്നില്ല എങ്കിലോ, അവന്റെ വിഷമം എന്താണെന്ന് നിങ്ങൾക്ക് അറിയുന്നില്ലെങ്കിലോ, അവന്റെ ആഗ്രഹം എന്താണെന്ന് നിങ്ങൾക്ക് അറിയുന്നില്ലെങ്കിലോ, നിങ്ങൾ എന്തിനാ പിന്നെ എന്റെ മോനാണെന്ന് പറഞ്ഞ് നടക്കുന്നത്? അപ്പൊ ഇത് തിരിച്ചറിയാൻ നമുക്ക് കഴിയണം. ഇത് കഴിയുന്നില്ല എങ്കിൽ ഇന്നത്തെ തലമുറ നമ്മുടെ കയ്യിൽ നിന്ന് പോകും. പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ്. നമുക്ക് വാശിയാണ്, വൈരാഗ്യമാണ്, ഇതൊക്കെ ഉണ്ട്. നമുക്കുമുണ്ട് ഈഗോ. നമ്മൾ എപ്പോഴും പറയും, ഞാനൊക്കെ പഠിക്കുന്ന കാലത്ത്, എന്ത് ഞങ്ങൾ പഠിക്കുന്ന കാലത്ത് ഒന്നുമില്ലായിരുന്നു, അന്നൊന്നും ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. ഇന്നൊരു കുട്ടി പഠിക്കുന്ന ഒരു കുട്ടിയുടെ മാനസികാവസ്ഥ നിങ്ങൾ ആലോചിച്ച് നോക്കാം. അവൻ രാവിലെ ഉറക്കം ഉണർന്നാൽ അവന് സ്വസ്ഥമായിട്ടൊന്ന് ബാത്റൂമിൽ പോകാൻ സമയമില്ല. ഉമ്മ കൊണ്ട് കൊടുക്കുന്ന കാപ്പി ടെൻഷൻ കാരണം കുടിക്കാതെ വെക്കുകയാണെങ്കിൽ അതിന് വഴക്ക് കിട്ടും. അവൻ ഡ്രസ് ചെയ്യുന്നതിനിടയിലാണെങ്കിൽ കൊണ്ടുപോയി വായി കമത്തി കൊടുക്കും. എന്നിട്ട് അവന്റെ ടൈ മുറുക്കി അവനെ കെട്ടി ഒരുക്കി പുറത്തേക്ക് വിടുന്ന ആ കുട്ടി നേരെ ചെന്ന് ട്യൂഷൻ മാസ്റ്റർ എടുക്കുമ്പോൾ പറഞ്ഞതുപോലെ വീട്ടിലെ പല കാര്യങ്ങളുണ്ടാവും. അവരുടെ കുട്ടീനെ സ്കൂളിൽ വിടാനുണ്ടാവും, അവരുടെ ഭർത്താവിനെ പറഞ്ഞയക്കാനുണ്ടാവും. ഇതെല്ലാം കഴിഞ്ഞ് ഈ ടെൻഷൻ ഇടയിലായിരിക്കും ഇവൻ അങ്ങോട്ട് ട്യൂഷന് ചെല്ലുന്നത്. പിന്നെ അവരുടെ എല്ലാ സമ്മർദ്ദങ്ങളും ഈ പാവം കുട്ടി സഹിക്കണം. അവര് ശല്യമില്ലാതെ അവിടെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് മനുഷ്യന്മാർക്കൊന്നും കണ്ടിട്ടില്ലാത്ത എന്തെങ്കിലും ഹോംവർക്കും കൊടുത്തിട്ട് അവരടുത്ത പണി നോക്കി പോകും. ഈ കുട്ടി അവിടെ ഇരുന്ന് അതിന്റെ ടെൻഷനൊക്കെ അനുഭവിക്കണം. എന്നാ പറഞ്ഞു കൊടുക്കുവോ? വീട്ടുകാർ പറയാം, അവൻ ട്യൂഷന് പോയേക്കുക, സമാധാനായി. വീട്ടുകാർക്ക് സമാധാനം. എന്താണ്? അവൻ ട്യൂഷന് പോയിക്കാണ്. അവൻ ഈ ട്യൂഷൻ ആവശ്യമുണ്ടോ ഇല്ലേ അത് നമ്മൾ അന്വേഷിക്കാറില്ല. പോണം, നീ പോയി പഠിക്കണം. അവൻ ട്യൂഷന് പോകണം, എന്നാലേ അത് നേരെ ആവുള്ളൂ. അത് നമ്മളങ്ങ് തീരുമാനിക്കുകയാണ്. ആ കുട്ടിക്ക് ട്യൂഷൻ ആവശ്യമുണ്ടോ ഇല്ലേ എന്നുള്ളത് പോലും നമ്മൾ ചിന്തിക്കുന്നില്ല.
നമ്മുടെ കണക്കിൽ അവൻ 24 മണിക്കൂറും പുസ്തകത്തിന്റെ മുന്നിൽ കുനിച്ചിരുന്നാൽ മാത്രമേ അവന് പഠിക്കുന്നു എന്ന് നമ്മൾ സർട്ടിഫൈ ചെയ്യുള്ളൂ. ഇന്നത്തെ കാലത്ത് പഠിക്കാൻ ബുക്കിന്റെ ആവശ്യം കൂടിയില്ല എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം. ബുക്കിന്റെ ആവശ്യം കൂടി ഇന്നത്തെ കാലഘട്ടത്തിൽ ഇല്ല. അവന്റെ കയ്യിലിരിക്കുന്ന മൊബൈലിലൂടെ അവന് സാറ് പഠിപ്പിക്കുന്നതിനേക്കാൾ വേഗത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. അതിന് കഴിവുള്ള ഒരു കുട്ടിയാണെങ്കിൽ അവന്റെ ജീവിതം നിങ്ങൾ നശിപ്പിക്കുകയാണ് അവനെ നിങ്ങൾ ട്യൂഷന് വിടുന്നതിലൂടെ. അത് നമ്മൾ തിരിച്ചറിയണം, അവൻ ആ കഴിവുണ്ടോ ഇല്ലേ എന്ന്. മൊബൈൽ കൊടുക്കാതിരിക്കുകയല്ല വേണ്ടത്, നല്ല മൊബൈൽ വാങ്ങിച്ചു കൊടുക്കണം മക്കൾക്ക്. എന്നിട്ട് അത് ഉപയോഗിക്കാൻ കൂടി പഠിപ്പിച്ചു കൊടുക്കണം. നല്ല മൊബൈൽ വാങ്ങിച്ചു കൊടുക്കണം, എന്നിട്ട് അത് ഉപയോഗിക്കാനും പഠിപ്പിക്കണം. മൊബൈൽ എടുക്കുന്നതിന് തല്ലുകൂടുകയല്ല വേണ്ടത്. നിങ്ങൾ എത്ര തല്ലുകൂടിയാലും മൊബൈൽ ഒപ്പിക്കും, ഇല്ലെങ്കിൽ അവൻ പോയി മോട്ടിച്ചോണ്ട് വരും. അതുകൊണ്ട് ഇന്നത്തെ കാലത്ത് തിരിച്ചറിഞ്ഞിട്ട് വേണം പ്രവർത്തിക്കാൻ. അവന് പറ്റുമെങ്കിൽ നല്ല മൊബൈൽ വാങ്ങിക്കൊടുത്ത് സ്നേഹത്തോടെ പറയുക, മോനെ ഇതുകൊണ്ട് നമുക്ക് ഒരുപാട് ഉപകാരങ്ങളുണ്ട്, ആ ഉപകാരം ഇന്നതാണ് എന്ന് കൃത്യമായി ബോധ്യപ്പെടുത്തി കൊടുക്കുകയും അതിലൂടെ അവനെ നല്ല വഴിയിലേക്ക് നയിച്ചു വിടാൻ ശ്രമിക്കുകയും ചെയ്യുക. ഇത്തരത്തിൽ നമ്മൾ അവരോടൊപ്പം നിന്നാൽ മാത്രമേ നമ്മുടെ മക്കളെ നമുക്ക് കിട്ടുകയുള്ളൂ. ഇത് ഞാൻ പറയാനുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്, പറയാൻ കഴിയില്ല. പക്ഷെ നമ്മൾക്ക് ഈ കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ വേണം. ഒറ്റ വാക്കേ പറയുന്നുള്ളൂ, നമ്മുടെ മക്കളെ നമുക്ക് തിരിച്ചറിയാൻ കഴിയണം. എന്റെ മോന്റെ ആഗ്രഹം എന്താണ്, എന്റെ മോന്റെ ഇഷ്ടം എന്താണ്, അവന്റെ പ്രയാസം എന്താണ്, അവൻ ഇന്ന് രാവിലെ അവന്റെ മാനസികാവസ്ഥ എന്തായിരുന്നു, അവൻ എണീറ്റ് വരുമ്പോൾ അവനെന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, ഇതൊന്നും തിരിച്ചറിയാതെ നമ്മുടെ ഇഷ്ടങ്ങളെല്ലാം അവന്റെ പുറത്തേക്ക് അടിച്ചേൽപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൻ ഇവിടെ നിന്ന് ട്യൂഷൻ ക്ലാസ്സിൽ മാത്രമേ വരെ നമ്മൾ എത്തിയുള്ളൂ. ട്യൂഷൻ ക്ലാസ് കഴിഞ്ഞ് തിരിച്ച് വീണ്ടും ചെറിയ കുട്ടികളാണെങ്കിൽ നമ്മുടെ മദ്രസ, അത് അതിലും വലിയ കഷ്ടമാണ്. അതും കൂടെ കഴിഞ്ഞിട്ടാണ് നമ്മുടെ കുട്ടികൾ അങ്ങോട്ട് എത്തുന്നത്. പിന്നെ അത് കഴിഞ്ഞാൽ സ്കൂളിലെത്തിയാൽ ചില ടീച്ചർമാരുണ്ട്, അനങ്ങാൻ സമ്മതിക്കത്തില്ല. ആ കുട്ടി രാവിലെ അവിടെ എത്തിക്കഴിഞ്ഞാൽ 8 മണിക്ക് ക്ലാസ്സിൽ ആ ഡെസ്കിൽ അങ്ങനെ ഇരുന്നാൽ അവൻ വൈകിട്ട് 4 മണി വരെ അങ്ങനെ തന്നെ ഇരുന്നോളാം. നിങ്ങൾ എത്ര സമയം ഇരിക്കുക അനങ്ങാതെ? എത്ര സമയം നമുക്ക് ഒരിടത്ത് അനങ്ങാതെ ഇരിക്കാൻ പറ്റും? ഒന്ന് ചിന്തിച്ചിട്ടുണ്ടാവും. എന്റെ കോളേജിൽ ടീച്ചർമാരൊക്കെ ഇങ്ങനെ വന്ന് പരാതി പറയും. ഞാൻ അവരോട് തിരിച്ചു ചോദിക്കലുണ്ട്, ടീച്ചർക്ക് എത്ര സമയം ഈ കസേരയിൽ അനങ്ങാതിരിക്കാൻ പറ്റും? എത്ര ടൈം നമുക്ക് ഇരിക്കാൻ പറ്റും? പറ്റൂല. അതൊന്നും അറിയാത്ത കുറെ സാധനങ്ങൾ വരും. ഈ പിള്ളേരുടെ ശല്യം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇരിക്കടാ അവിടെ എന്ന് പറഞ്ഞിട്ട് പിടിച്ചിരുത്തും. അങ്ങനെ ഇരിക്കുന്ന കുട്ടി അവന്റെ മാനസികാവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. അതെല്ലാം കഴിഞ്ഞിട്ടാണ് പിന്നെ അവൻ വൈകുന്നേരം വീട്ടിലേക്ക് വരുന്നത്. അപ്പോൾ ഉണ്ടാവും വീട്ടിലെ കുറെ പ്രശ്നങ്ങൾ. ഇതെല്ലാം നമ്മൾ അവന്റെ പുറത്തേക്ക് ഇടും, അത് അവൻ സഹിക്കണം. പിന്നെ അത് കഴിഞ്ഞിട്ട് വീണ്ടും ചിലപ്പോൾ ട്യൂഷൻ ഉണ്ടാവും, അതിനും പോകണം. രാത്രി 8 മണി വരെ അവന്റെ അവസ്ഥ ഇതാണ്. രാത്രി കിടക്കാൻ സമ്മതിക്കുമോ? അത് അവന്റെ ഇഷ്ടത്തിന് കിടക്കാൻ പറ്റൂല, നമ്മൾ പറയുമ്പോൾ കിടന്നോണം. ഇങ്ങനെ നമ്മൾ നമ്മുടെ കുട്ടികളുടെ മാനസികാവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. ആ സ്ഥാനത്ത് നമ്മൾ നിന്നുകൊണ്ടൊന്ന് ചിന്തിച്ചു നോക്കിയാൽ നമ്മുടെ കുട്ടികളെ, എന്നിട്ട് നമ്മൾ അവരുടെ കൂടെ നിൽക്കുക. എന്നിട്ട് അവരുടെ ഇഷ്ടം എന്താണെന്ന് അറിഞ്ഞിട്ട് അവർക്ക് വേണ്ടുന്ന കോഴ്സുകളിലേക്ക് നമ്മൾ അവരെ കൊണ്ടെത്തുക. ഒരിക്കലും നമ്മുടെ കുട്ടികളെ അയക്കുന്നത് ഏജന്റുമാരുടെ ഇഷ്ടത്തിനാകരുത്, നമ്മുടെ ഇഷ്ടത്തിനും ആകരുത്. എന്നാൽ ചില സന്ദർഭങ്ങളിൽ നമ്മുടെ കുട്ടികൾക്ക് കാര്യങ്ങൾ അതുപോലെ വിവേചിച്ചറിയാൻ കഴിഞ്ഞോണമെന്നില്ല. നമ്മൾ തന്നെ തീരുമാനമെടുക്കേണ്ട സന്ദർഭങ്ങൾ ഉണ്ടാകും. പക്ഷെ അപ്പോഴും അതിലേതാണ് എന്ന് തിരിച്ചറിയാനും അവന്റെ മാനസികാവസ്ഥയും അവന്റെ കഴിവും തിരിച്ചറിയാനും നമുക്ക് കഴിയണം. എന്നാൽ മാത്രമേ അവനെ നമ്മൾ എങ്ങോട്ടാണോ വിടുന്നത് അവിടെ നമുക്ക് വിജയിക്കാൻ കഴിയൂ. ഈ വിഷയത്തിൽ മറ്റാരെങ്കിലും കണ്ടിട്ട്, നമ്മുടെ കുട്ടികളെ കണ്ടിട്ടല്ല. നമ്മൾ എപ്പോഴും നമ്മുടെ കുട്ടികളോട് സംസാരിക്കുന്നത് അങ്ങനെയാണ്. നീ അവനെ കണ്ടുപിടിക്കും. അവനിപ്പോ ഫുൾ A+ ആയിരുന്നു, നിനക്കോ നിന്റെ ഒരേ A+ പോയി. നമ്മൾ ഇങ്ങനെ സംസാരിക്കുമ്പോൾ തന്നെ നമ്മൾ അതിനപ്പുറമുള്ള ഒരുപാട് കുട്ടികൾ അവിടെ ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞില്ല, കുടുംബത്തിൽ ഒരു കുട്ടിയെ കണ്ടിട്ടാണ് നമ്മൾ ആ തീരുമാനം എടുക്കുന്നത്. പക്ഷെ അതേ നമ്മുടെ കുടുംബത്തിൽ തന്നെ വേറെ എത്ര കുട്ടികളുണ്ട്, അവരെ ആരെയും നമ്മൾ കാണാറേ ഇല്ല. ഈ ഒരു കുട്ടിയെ പോലെ തന്നെ എന്റെ കുട്ടിയും ആകണമെന്ന് വാശി പിടിക്കുമ്പോൾ നമ്മുടെ കുട്ടിക്ക് അതിന് പറ്റുമോ ഇല്ലേ എന്നുള്ളത് നമ്മളാണ് ചിന്തിക്കേണ്ടത്. അള്ളാഹു കാര്യങ്ങളെല്ലാം നേർക്കുനേരെ മനസ്സിലാക്കി
ജീവിക്കാൻ അള്ളാഹു നമ്മളെല്ലാവരെയും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാന് സൂറത്ത് നഹലിലെ 2 ആയത്ത് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. അതില് 74 ആയത്തില് തുടങ്ങുന്നത് പല തളിരിപൂലില്ലാഹിൽ അംസ, അള്ളാഹ്ക്ക് നിങ്ങൾ ഉദാഹരണങ്ങൾ പറയരുത്. ഇന്നല്ലാഹ യഅലമു വഅന്തും ലാ തഅലമൂൻ, അള്ളാഹ് എല്ലാം അറിയും, നിങ്ങൾക്കൊന്നും അറിയില്ല. എന്നിട്ട് പറയുന്നത് ലറബല്ലാഹു മസലൻ അബ്ദൻ മംലൂക്കൻ, 2 മനുഷ്യന്മാരുടെ ഉപമയാണ് പറഞ്ഞു തരുന്നത്. അള്ളാഹു നിങ്ങൾക്ക് ഉദാഹരണം, അള്ളാഹ്ക്ക് നിങ്ങൾ ഉദാഹരണം പറയരുത്, അള്ളാഹ് നിങ്ങൾക്ക് ഉദാഹരണം പറഞ്ഞു തരികയാണ്. ലറബല്ലാഹു മസലൻ, ആരാണ്? അബ്ദൻ മംലൂക്കൻ, ഒരാൾ ഒരടിമയാണ്. ലാ യഖ്ദിറു അലാ ഷൈഇൻ, അവന് സ്വന്തമായി ഒരു കഴിവില്ല. വമൻ, പിന്നെ മറ്റൊരാള്, അവന് റസഖനാഹു മിന്നാ റിസ്ഖൻ ഹസന, അവന് ഞാൻ ഒരുപാട് അനുഗ്രഹങ്ങൾ ചെയ്തു, റിസ്ഖ് നൽകി. ഫഹുവ യുംഫിഖു മിൻഹു സിർറൻ വജഹറ, അവൻ അത് രഹസ്യമായിട്ടും പരസ്യമായിട്ടും ചിലവഴിക്കുന്നു. ഹൽ യസ്തവൂന, ഇവ 2 കൂട്ടരും തുല്യരാകുമോ? അൽഹംദുലില്ലാ, അള്ളാഹുവിനാകുന്നു സർവസ്തുതിയും. ബൽ അക്സറുഹും ലാ യഅലമൂൻ, അധികം ആൾക്കാർക്ക് ഇതൊന്നും അറിയില്ല. പടച്ചോൻ പല കാര്യം പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു വാക്കിൽ അവസാനം, അധികം ആൾക്കാർക്ക് ഈ വിവരമില്ല. എത്ര കൃത്യമായിട്ടല്ല പറയുന്നത്. അവിടെ നമ്മൾ ആലോചിച്ച് നോക്കുക, ഒരു അടിമയായ ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞാൽ, നമ്മൾ ഇന്നത്തെ സിറ്റുവേഷനിൽ നോക്കുക, അന്ന് ആയിരുന്നു അടിമ, ഇന്ന് നമുക്ക് അടിമയില്ല. ഇന്ന് നമ്മൾ മൊത്തത്തിൽ അടിമകളാണ്. ആരുടെയൊക്കെയോ അടിമകളാണ്, എന്തിന്റെയൊക്കെയോ അടിമകളാണ്. അഡിക്റ്റ് ആണ് എന്നാണ് നാട്ടുകാർ പറയില്ല, പക്ഷെ നമ്മൾ അതിന്റെ അടിമയാണ്, പലതിന്റെയും അടിമയാണ്. ഇനി നമ്മുടെ മക്കളെ നോക്കുക, നമ്മുടെ മക്കൾ സ്വന്തമായി തീരുമാനമെടുക്കാൻ കഴിയാത്ത ഒരു അടിമയെ പോലെയാണ് എന്ന് വിചാരിക്കുക. അവന് സ്വന്തമായി ഒരു കഴിവില്ല. ഒന്നെങ്കിൽ വാപ്പ പറയുന്നത് കേൾക്കും, അല്ലെങ്കിൽ ഉമ്മ പറയുന്നത് കേൾക്കും, അല്ലെങ്കിൽ നാട്ടുകാർ പറയുന്നത് കേൾക്കും. ഇങ്ങനെ വളർന്നു വരുന്ന ഒരു അടിമയും, അല്ലെങ്കിൽ അടിമയെ പോലെ ജീവിക്കുന്ന ഒരു കുട്ടിയും, മറ്റൊരു കുട്ടി, അവന് ഞാൻ എല്ലാ കഴിവും നൽകിയിട്ടുണ്ട്, ആ കഴിവിനെ അവൻ രാത്രിയും പകലും ചിലവഴിക്കുന്നു എന്ന് പറഞ്ഞാൽ, ആ കഴിവുകളെ അവൻ അവന്റെ ഇഷ്ടത്തിനനുസരിച്ച് ഉപയോഗിക്കാൻ കഴിവുള്ള ഒരു മനുഷ്യനാണ്, അല്ലെങ്കിൽ ഒരു കുട്ടിയാണ്. അവർ 2 പേരും തുല്യരാകുമോ എന്നാണ് പടച്ചോൻ ചോദിച്ചത്. എന്നിട്ട് പടച്ചോൻ തന്നെ പറയാ അൽഹംദുലില്ലാ. എന്താ എന്റെ അർത്ഥം? പടച്ചോൻ തന്നെ പറയാ, ഈ 2 ആൾക്കാരുടെ 2 കുട്ടികളുടെ കാര്യം പറഞ്ഞിട്ട് പടച്ചോൻ തന്നെ പറയാ അൽഹംദുലില്ലാ. സൂറത്ത് നഹലിലെ 75 ആയത്താണ്, ഒന്ന് എടുത്ത് വെച്ച് വായിച്ചോ. അവിടെ കാണുന്ന അർത്ഥമല്ല ഞാൻ പറയുന്നത്. അന്ന് അടിമയായിരുന്നെങ്കിൽ ഇത് നമ്മുടെ കുട്ടികൾ, അടിമകളെ കുറിച്ച്, ഇന്നത്തെ നമ്മുടെ അടിമകളെ കുറിച്ച് നമ്മളൊന്ന് ചിന്തിച്ച് നോക്ക്. സ്വന്തമായി ഒന്നിനും കഴിവില്ലാത്ത ഒരു മനുഷ്യൻ, ഒരു കുട്ടി, അവൻ വാപ്പാടെ കോളെ പിടിച്ച് ഉമ്മാടെ കയ്യിലും പിടിച്ച് നാട്ടുകാർ പറയുന്നതും കേട്ട് ഇങ്ങനെ ജീവിക്കുന്ന നല്ല കുട്ടി. നമ്മൾ നേരത്തെ പറഞ്ഞ നല്ല കുട്ടിയാണവൻ. ആ കുട്ടിയും സ്വന്തമായി അവന് കഴിവ്, അള്ളാഹു നൽകിയ കഴിവിനെ സ്വന്തമായി ഉപയോഗിക്കുകയും അതിനുള്ള അവസരങ്ങൾ കിട്ടിയിട്ട് അവന് തിരിച്ചറിവുണ്ടാവുകയും അവന്റെ ഇഷ്ടത്തിനനുസരിച്ച് പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യുന്ന, നന്മ തിന്മകൾ വേർതിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു കുട്ടിയും തുല്യരാണോ? ഹൽ യസ്തവൂൻ. അൽഹംദുലില്ലാ, ഒരിക്കലും അങ്ങനെ ആവൂല. പടച്ചോൻ അങ്ങനെ ആൾക്കാരെ സൃഷ്ടിച്ചിട്ടില്ല. 2 ഒരുപോലെ ആവൂല. എന്നിട്ട് നമ്മളിൽ കുത്തിയിരുന്ന് പ്രാർത്ഥിക്കാൻ, പടച്ചോനെ എന്റെ കുട്ടിയെ നന്നാക്കണേ, എന്റെ കുട്ടിയെ നന്നാക്കണേ, എന്റെ കുട്ടിക്ക് വിജയം കൊടുക്കണേ. എവിടുത്തെ പടച്ചോൻ എന്താ പറഞ്ഞ്? അവനെ അവന്റെ ഇഷ്ടത്തിന് വിട്, അവനെ സ്വതന്ത്രമായിട്ട് വിട്, എന്നിട്ട് അവന്റെ കൂടെ നിൽക്കും. സ്വതന്ത്രമായിട്ട് ഇവിടെ കൈ അയച്ചങ്ങ് വിട്ടിട്ട് അവൻ ബോധവഴിക്ക് പോട്ടെ എന്ന് പറയാനല്ലേ പറഞ്ഞത്. അവന് ചെയ്യാനുള്ള അവസരങ്ങൾ കൊടുക്കും. ആ അവസരങ്ങൾ കൊടുത്തിട്ട് അവനെ നമ്മൾ പ്രാപ്തനാക്കണം. അങ്ങനെ പ്രാപ്തനാക്കുമ്പോഴാണ് അവനെ നമ്മൾ വിചാരിക്കുന്നിടത്തേക്ക്, അല്ലെങ്കിൽ നമ്മൾ വിജയിക്കുന്നിടത്തേക്ക് എത്തുക. ഒരു പ്രാപ്തിയില്ലാത്ത കുട്ടിയെ കണ്ടിട്ട് എന്റെ കുട്ടി നല്ല കുട്ടിയാണ് എന്ന് പറഞ്ഞാൽ, ആ കുട്ടി നല്ല കുട്ടിയല്ല എന്ന് വീണ്ടും വീണ്ടും ഞാൻ നിങ്ങളുടെ മുന്നിൽ ആവർത്തിക്കുകയാണ്. അങ്ങനെ ഒരു നല്ല കുട്ടി നമുക്ക് എന്തിനാ? അവന്റെ ജീവിതത്തെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചു നോക്കി. എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ അവൻ എന്ത് ചെയ്യാൻ പറ്റും? എപ്പോഴും നിങ്ങൾ കൂടെ ഉണ്ടാവോ? ഉണ്ടാവൂല. അതുകൊണ്ട് നമ്മുടെ മക്കളെ നമ്മൾ ഗൈഡ് ചെയ്യുക, അവരുടെ കൂടെ നടക്കുക, പക്ഷെ അവര് ചെയ്യാൻ അനുവദിക്കുക. നമ്മൾ ചെയ്യുന്ന പല കാര്യങ്ങളും അവരെ കൊണ്ട് ചെയ്യിക്കുക.
നമ്മൾ ചെയ്യേണ്ട പല കാര്യങ്ങളും നമ്മൾ അവരെ കൊണ്ട് ചെയ്യിക്കുക. പഴയ നമ്മുടെ വാപ്പമാരൊക്കെ കടയിൽ നമ്മൾ ചെല്ലുമ്പോൾ, എന്റെ വാപ്പ ഉണ്ടായിരുന്നു, കടയിൽ ചെല്ലുമ്പോൾ മേശ എടുക്കുക ഇരിക്കടാന്ന് പറഞ്ഞ് അങ്ങോട്ട് കെട്ടിയെടുത്തു. അപ്പൊ എന്താണ്, നമ്മൾ അവിടെ ഒരു ഭയങ്കര പാഠമാണ് പഠിക്കുന്നത്. രണ്ടാൾക്കാർ സാധനം വാങ്ങിയ ബാക്കി എടുത്ത് കൊടുക്കാൻ അപ്പൊ നമ്മൾ ആലോചിച്ചേ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെ ഒരു അവസരത്തിലേക്ക് നമ്മളെ കൊണ്ടുവരുമ്പോ, നമ്മൾ പഴയ ആൾക്കാരെല്ലാം നമ്മളെയൊക്കെ വളർത്തിയത് അങ്ങനെയാണ്. അവരെന്താ ചെയ്യുന്നത് അതെല്ലാം നമ്മളെ കൊണ്ട് ചെയ്യിച്ചിരുന്നു. ഇന്നോ അവൻ അതൊന്നും ചെയ്യേണ്ട ആളല്ല. അവനെ കൊണ്ട് ചെയ്യിക്കാൻ പറ്റുമോ? നമ്മൾ വിചാരിച്ചാലും ഉമ്മമാർ സമ്മതിക്കത്തില്ല. അപ്പൊ ഇതാണ് നമ്മുടെ മക്കൾ. രണ്ടാമതൊരു വിഭാഗത്തെ കുറിച്ച് പറഞ്ഞത് ലറബല്ലാഹും അതില റജുലൈൻ, രണ്ടാൾക്കാരുടെ കഥ പറയുന്നുണ്ട്. അഹദുഹുമ അബുക്കം, അവനൊരു ഊമയാണ്. ലായഖ്ദിറു അലാ ഷൈഇൻ, ഒന്നിനും കഴിവില്ല. ഒന്നിനും കഴിവില്ലാത്ത ഒരു മനുഷ്യൻ. അതിന്റെ കൂടെ അവൻ ഊമയും കൂടിയാണ്, മനസ്സിലുള്ളത് പറയാൻ പോലും പറ്റൂല. അങ്ങനെയുള്ള ഒരു മനുഷ്യനും അവനെ സംബന്ധിച്ച് പറയുന്നത് വഹുവ കല്ലുൻ അലാ മൗലാഹു, എന്നും അവന്റെ യജമാനന് ഇവനൊരു ഭാരമാണ്. ആലോചിച്ച് നോക്കി, ഒരടിമയെ കുറിച്ചാണ് പറയുന്നത്. ആ സ്ഥാനത്ത് നമ്മുടെ മക്കളെ ചിന്തിച്ചു നോക്കുക. ഒന്നിനും കഴിവില്ലാത്ത ഊമയാ എന്ന് പറഞ്ഞാൽ വേണ്ടടുത്ത് വാതുറക്കാത്ത, വേണ്ടത് ചെയ്യാനറിയാത്ത, സ്വന്തമായി തീരുമാനം എടുക്കാൻ കഴിയാത്ത ഒരു കുട്ടിയാണ് നമ്മുടെ കൂടെ ഉള്ളതെങ്കിൽ നമുക്കത് എന്നും ഒരു ഭാരമല്ലേ? ഭാരമല്ല, സങ്കടവും ദുഃഖവും ആയിരിക്കും എന്നും അവനെ ഓർത്ത് സങ്കടപ്പെടാനേ സമയം ഉണ്ടാവുള്ളൂ. എന്റെ മോൻ അങ്ങനെ ആയിപ്പോയല്ലോ. ആയതല്ലല്ലോ, നമ്മൾ ആക്കിയതല്ലേ. അതെന്താ നമ്മൾ തിരിച്ചറിയാത്തത്? തിരിച്ചറിയണം. അവസാനം തിരിച്ചറിഞ്ഞിട്ടും വലിയ കാര്യമില്ല. അപ്പൊ നമ്മൾ സ്കൂളിലേക്കും കോളേജിലേക്കും ഒക്കെ വിടുന്നതിന് മുമ്പ് തന്നെ നമ്മളും അവരെ ഒന്ന് മനസ്സിലാക്കുക. ഇനി കോളേജിലെയും സ്കൂളിലേക്ക് അവസ്ഥ ഞാൻ പറയാതെ തന്നെ അറിയാലോ. അവിടുത്തെ അവസ്ഥ, അവിടെ നിങ്ങൾക്ക് ചെല്ലാൻ പറ്റുമ്പോഴൊക്കെ ചെല്ലുക, പക്ഷെ കണ്ണും പൊത്തി പോകേണ്ടി വരും. ഇന്നത്തെ കാലം അങ്ങനെയാണ്. അത് വേറെ അവസ്ഥയാണ്. അത് നിങ്ങൾ മനസ്സിലാക്കുക. ഏതായാലും നമുക്ക് നമ്മുടെ കയ്യിൽ കിട്ടുമ്പോൾ നമ്മുടെ കുട്ടികളെ അവർക്ക് നെല്ലും പതിരും തിരിച്ചു കൊടുത്താൽ അവിടെ ചെല്ലുമ്പോൾ കണ്ണു പൊത്തി കയറേണ്ടി വരില്ല. നമ്മുടെ കുട്ടിയെ കാണുന്നു. അത് നമ്മുടെ കഴിവുകൊണ്ടാണ്. നമ്മുടെ കുട്ടികൾ എവിടെ പോയാലും അവർക്ക് ആ ഒരു ഐഡന്റിറ്റി ഉണ്ടാവും. ഐഡന്റിറ്റി ഉണ്ടാക്കി എടുക്കേണ്ടത് നമ്മളാണ്, അവിടെ പോയി സാറന്മാരല്ല. ഇന്നത്തെ സാറന്മാർ ഐഡന്റിറ്റി ഉണ്ടാക്കാൻ പോയിട്ട് അവരെ കൈ കിട്ടിയിട്ട് വേണ്ട ഐഡന്റിറ്റി ഉണ്ടാക്കാൻ. പല കോളേജിലെയും അവസ്ഥയും സ്കൂളിലൊക്കെ അവസ്ഥ അങ്ങനെയാണ്. ഇതൊക്കെ ഭയങ്കര പ്രശ്നങ്ങളാണ്. അതിലൊക്കെ ഞാൻ പോകുന്നില്ല. ഏതായാലും നമ്മുടെ കുട്ടികളെ നമ്മൾ ഇങ്ങനെയൊക്കെ പറഞ്ഞു വിടുന്നതിന് മുമ്പ് നമ്മൾ അവരെങ്ങോട്ടാണ് പോകുന്നത്, എവിടേക്കാണ് പോകുന്നത്, എന്താണ് അവരുടെ അവസ്ഥ, ഇതൊക്കെ നമ്മൾ തിരിച്ചറിയണം. അള്ളാഹു നമ്മുടെ മക്കളെ എല്ലാം സാലിഹായ സന്താനങ്ങളാക്കി തീർക്കുമാറാകട്ടെ. പടച്ച തമ്പുരാൻ നമുക്ക്, ഞാൻ ആയത്തും പൂർത്തിയാക്കിയിട്ടില്ല, നമ്മൾ ചിന്തിക്കേണ്ട വിഷയം അത് തന്നെയാണ്. നമ്മൾ ഒരുപാട് നമ്മുടെ ജീവിതം മുഴുവൻ നമ്മൾ ആലോചിച്ച് നോക്കുക. നമ്മുടെ ജീവിതം മുഴുവൻ നമ്മുടെ മക്കൾക്ക് വേണ്ടിയാണ്. എത്ര ആൾക്കാരാ പലപ്പോഴും പൊട്ടിയ ചെരുപ്പിന്റെ വാറ് തുന്നി പിടിപ്പിച്ചിട്ട് മോന്റെ ഷൂസോ അല്ലെങ്കിൽ ഷൂയോ അല്ലെങ്കിൽ സോക്സോ അതോ അല്ലെങ്കിൽ അവന്റെ ഷർട്ടോ എവിടെയെങ്കിലും ഇച്ചിരി കറ പിടിച്ചാൽ ഇനി മോൻ അത് ഇടണ്ടാന്ന് പറഞ്ഞ് നമ്മൾ പുതിയത് വാങ്ങിച്ചു കൊടുക്കും. നമ്മുടെ ചെരുപ്പിന്റെ വാർ അപ്പോഴും പൊട്ടിയിരിക്കുകയായിരിക്കും. എന്നാലും നമ്മൾ മക്കൾക്ക് വേണ്ടി എല്ലാം ചെയ്യാൻ തയ്യാറാണ്. അങ്ങനെ ജീവിതം മുഴുവൻ മക്കൾക്ക് വേണ്ടി ചെലവഴിച്ചിട്ട് അല്ലെങ്കിൽ ജീവിച്ചു തീർത്തിട്ട് അവസാനം ആ മക്കൾ ഇട്ടേച്ച് പോകുന്ന സാഹചര്യങ്ങൾ കണ്ട് കരയുന്ന ഒരുപാട് ആൾക്കാരെയും നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ നമ്മൾ ഉൾക്കൊള്ളേണ്ട സത്യങ്ങളാണ്. ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് വേണം നമ്മുടെ മക്കളെ, പലപ്പോഴും ചില സമയമില്ലെങ്കിലും പലപ്പോഴും നമ്മുടെ മക്കളെ ഒന്നും അറിയിക്കേണ്ട, മക്കളെ അറിയിക്കേണ്ട എന്നല്ല, നമ്മുടെ കൂടെ നടത്തി എല്ലാ കാര്യങ്ങളും മക്കളെ അറിയിക്കണം. നമ്മുടെ പ്രശ്നങ്ങളെല്ലാം മക്കളെ അറിയണം. എന്നാലേ മക്കൾക്ക് നമ്മളെ മനസ്സിലാവുള്ളൂ. മക്കൾക്ക് നമ്മളെ വാപ്പായെ മനസ്സിലാകണം, വാപ്പയ്ക്ക് മോനെ മനസ്സിലാകണം, ഉമ്മയ്ക്ക് മോളെ മനസ്സിലാകണം, മോക്ക് ഉമ്മയെ മനസ്സിലാകണം. എന്നാലേ അവർ പരസ്പരം മനസ്സിലാക്കി മുന്നോട്ട് പോവുകയുള്ളൂ. നമ്മൾ പരസ്പരം മനസ്സിലാക്കണമെന്ന് പറയും ഭാര്യയും ഭർത്താവും വരും മാത്രം. അതുവരെ നമുക്ക് ഈ പരസ്പരം മനസ്സിലാക്കലിനെ കുറിച്ച് ചർച്ചയേ ഇല്ല. കല്യാണം കഴിക്കുമ്പോൾ നമ്മൾ എല്ലാവരും അങ്ങ് ഉപദേശിക്കും, നിങ്ങൾ പരസ്പരം മനസ്സിലാക്കണം കേട്ടോ, പരസ്പരം മനസ്സിലാക്കി ജീവിക്കണം, ആനയാണ് ചേനയാണ്. അതുവരെ ഇങ്ങനെ വാക്ക് പോലും ഇവരാരും കേട്ടിട്ടുണ്ടാവില്ല. ഇതാണ് നമ്മുടെ ജീവിതത്തിന്റെ ഒരു അവസ്ഥ. തീർച്ചയായിട്ടും നമ്മൾ ബോധവാന്മാരാവുക, അതാണ് ഇതിനുള്ള ഏക ഒരു വഴി. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളും സ്വീകരിക്കുകയും പിഴകൾ വന്നിട്ടുണ്ടെങ്കിൽ പുറത്തു തരികയും അതെല്ലാം തിരുത്തി നല്ലൊരു ജീവിതത്തിലേക്ക് പോകാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما. ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما.
ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار